ഹായ് ഓൾ. അപ്പം ഇന്ന് നമുക്ക് വാതകവ പ്രകൃതിയെ പരിചയപ്പെടാം. അപ്പോൾ വാതകവ പ്രകൃതിക്കുള്ള പ്രത്യേകത എന്താണെന്നറിയോ? ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ട്. പക്ഷേ ആ കഫം കൂടെ ഉള്ളതുകൊണ്ട് ഇതെല്ലാം വിചാരിച്ചു കൂട്ടും ഒന്നും ചെയ്യാൻ പറ്റില്ല. ചുരുക്കത്തിൽ മിക്കവാറും ഉള്ള വാതകവ പ്രകൃതിക്കാർ നേരിടേണ്ടി വരുന്നൊരു പ്രശ്നമാണ് മടിയൻ എന്ന വിളിപ്പേര്. ശരിക്കും ഒരു മടിയന്മാരാണോ? എന്താണ് അവരുടെ ശരീരത്തിൽ അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ ഈ ഒരു മടിയെ ക്രിയേറ്റ് ചെയ്യുന്നത്? നമുക്കൊന്ന് നോക്കിയാലോ. അപ്പം ഞാൻ ഡോക്ടർ കവിത ദേവ്. ഞാൻ ഒരു ആയുർവേദ ഡോക്ടറാണ്. 16 വർഷമായി ആയുർവേദ ഫീൽഡിൽ പ്രാക്ടീസ് ചെയ്യുന്നു. ഇത് മാത്രമല്ല MSc ഇൻ ട്രൈക്കോളജി, കോസ്മെറ്റോളജി, അതുപോലെ തന്നെ ന്യൂട്രീഷൻ. ഇപ്പോൾ ഇതിനകത്ത് നമ്മൾ പ്രകൃതി ബേസ്ഡ് ആയിട്ട് നമ്മുടെ ശരീരത്തിന് നമ്മൾ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തിയാലാണ്, നമ്മുടെ മനസ്സിന് നമ്മൾ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തിയാലാണ് നിങ്ങൾക്ക് വളരെ ആരോഗ്യപൂർണ്ണമായിട്ടുള്ള ഒരു ജീവിതം കിട്ടുക എന്നതിനെ പറ്റിയുള്ളൊരു സീരീസാണ്. അപ്പോൾ ഈ സീരീസിലെ അവസാന വീഡിയോയാണ് ഇത് കേട്ടോ. ഇനിയും പ്രകൃതി സീരീസ് കൊണ്ട് ഞാൻ നിങ്ങളെ വന്ന് ബുദ്ധിമുട്ടിപ്പിക്കില്ല. പക്ഷേ എൻ്റെ പഴയ വീഡിയോസൊക്കെ കണ്ട് ഒരുപാട് പേര് എൻ്റെ അടുത്ത് പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഇതൊക്കെ ആയിട്ട് അവർക്ക് റിലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്, ഇതവർക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആണെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ വീഡിയോ ഇങ്ങനെ എനിക്ക് പൂർത്തിയാക്കാൻ വേണ്ടി കഴിഞ്ഞത്. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് കണ്ട് എന്നെ പ്രോത്സാഹിപ്പിക്കുന്നവർക്ക് ഒരുപാട് നന്ദി. ശരി, അപ്പം നമുക്ക് വാതകവ പ്രകൃതിയിലേക്ക് പോയാലോ. ഒരു പേഷ്യൻ്റ് സ്റ്റോറി തന്നെ പറഞ്ഞു പോവാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബോറടിക്കും, മനസ്സിലാവില്ല. ഓക്കെ, അപ്പം എൻ്റെ അടുത്തൊരു ഗ്രാഫിക് ഡിസൈനർ വന്നിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരി പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ ഇതിനെ പറ്റിയുള്ള ഭയങ്കരമായിട്ടുള്ള ചിന്തകളാണ്. എന്നാൽ ചെയ്യാൻ പറ്റുമോ? അതുമില്ല. ഒരു ദിവസം മുഴുവൻ ഞാൻ ടയേർഡാണ്. കാര്യം ഉറക്കത്തിൽ പോലും ഈ ചിന്തകളാണ് എനിക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. എനിക്ക് എന്തെങ്കിലും ഒരു പ്രോജക്റ്റ് വന്നു കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ആക്കാൻ എനിക്കോട്ട് പറ്റുന്നുമില്ല. അപ്പോൾ കുട്ടിക്കാലം തൊട്ടേ എനിക്ക് ഒരു പ്രശ്നമുണ്ട്. ഇനി ഇത് മാത്രമല്ല ഡോക്ടറെ, ഞാൻ ആകെ മൊത്തം മെലിഞ്ഞ ഒരാളാണ്, പക്ഷെ എനിക്കൊരു കുടവയറുണ്ട്. ഓക്കെ, അപ്പം ഇതൊക്കെ ആരെയാണ് നമ്മൾ കാണുമ്പോൾ ചിലരിടത്ത് നമ്മൾ പറയില്ലേ, നിങ്ങൾ ആകെ മൊത്തം മെലിഞ്ഞിരിക്കുക, പക്ഷെ വയറ് മാത്രം എന്താ ഇങ്ങനെ ബലൂൺ പോലെ ഇരിക്കുന്നത്? ഇത് വാതകവ പ്രകൃതിക്കാരുടെ പ്രത്യേകതയാണ് ശരിക്കും പറഞ്ഞാൽ. അതായത് വാദം കൊണ്ട് മെലിഞ്ഞ ഒരു ശരീരപ്രകൃതി എന്നാൽ കഫം കൊണ്ടുള്ള ചില ഭാഗങ്ങളിലുള്ള വണ്ണവും ഒക്കെ നമ്മൾക്ക് ഒരുപാട് പേരെ നമുക്ക് പരിചയമുള്ളവരുണ്ടാവുമല്ലോ അല്ലേ ഇതുള്ളത്. ഇതാണ് വാതകവ പ്രകൃതിക്കാർ. ഇനി വേറെ എന്തൊക്കെയാണ് പ്രത്യേകതകൾ ശരിക്കും പറഞ്ഞാൽ വാതകവ പ്രകൃതിക്കാരുടെ? അപ്പോൾ വാദം ഉള്ളതുകൊണ്ടുള്ളൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവരിങ്ങനെ അടങ്ങിയിരിക്കൂല. എപ്പോഴും ഈ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന ആളുകളുണ്ടാവില്ലേ, ഭയങ്കരമായിട്ട് കാലാട്ടിക്കൊണ്ടിരിക്കുന്ന ആളുകളുണ്ടാവില്ലേ, സംസാരിക്കുവാണ്, എന്തെങ്കിലും കാര്യം ചെയ്യുവാണ് അല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ളവരൊക്കെ നിങ്ങൾക്ക് പരിചയം ഉണ്ടാവുമല്ലോ. ഇവരുടെ മനസ്സിൽ കൂടെ കുറേ ചിന്തകളിങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കും. ഇതാണ് വാദത്തിൻ്റെ പ്രത്യേകത. ഇനി കഫം കൊണ്ടുള്ള പ്രത്യേകത എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ തന്നെ കഫം എന്ന് പറയുമ്പോഴത്തേക്കും അവരൊരു സ്ഥലത്ത് ഇങ്ങനെ ഒരു മന്ദമായിട്ട് ഇങ്ങനെ ഇരിക്കും. അത് കഴിഞ്ഞാൽ പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ചില ടൈമിൽ അവരുടെ മൂഡ് ഡിസ്റ്റർബൻസ് വരുമ്പം ഇമോഷണൽ ഈറ്റിംഗ് എന്ന് പറയും അല്ലെ. ചിലർ പറയും എനിക്ക് ആഹാരം കഴിച്ചു കഴിഞ്ഞാലാവും എനിക്ക് ഓക്കെ. അപ്പം അങ്ങനെ കൂടെ ചേർന്ന ഒരു കോമ്പിനേഷനാണ് വാതകവ പ്രകൃതി എന്ന് പറയുന്നത്. അപ്പോൾ പ്രകൃതി എന്താണ്? നമ്മളൊക്കെ ജനിക്കുന്ന സമയത്ത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെയൊക്കെ ശരീരം ഓരോ രീതിയിൽ ഡിസൈൻ ചെയ്ത് പെട്ടിട്ടുണ്ട്. ഓക്കെ, അതായത് ചിലർ വാദമാണ്, ചിലർ പിത്തമാണ്, ചിലർ കഫമാണ്. അപ്പോൾ കംപ്ലീറ്റ് വാദം, കംപ്ലീറ്റ് പിത്തം, കംപ്ലീറ്റ് കഫം എന്നുള്ളതല്ല. വാദപിത്തം, വാതകവം, പിത്തകവം, ഇങ്ങനത്തെ ഒരു കോമ്പിനേഷനിലാണ് എല്ലാ ഹ്യൂമൻ ബീങ്സും ഉള്ളത്. ഈ രണ്ട് ദോഷങ്ങളുള്ളതുകൊണ്ട് അതിൻ്റെ ഗുണങ്ങളും ഉണ്ട് നമ്മുടെ ശരീരത്തിൽ, അതിൻ്റെ ചെറിയ രീതിയിലുള്ള ദോഷങ്ങളുണ്ട്. ശരിക്കും പറഞ്ഞാൽ അത് പരിഹരിച്ച് പോവുകയാണെങ്കിൽ ഉണ്ടല്ലോ നമുക്ക് ഹെൽത്തി ആയിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റും. അല്ലാതെ നമുക്ക് ഈ ആവശ്യമില്ലാത്ത സപ്ലിമെൻറ്റ്സ് ഒക്കെ വേണം എന്നുള്ളത് വെറുതെ ഉള്ളൊരു മിഥ്യാധാരണയാണ്, മാർക്കറ്റിംഗ് ട്രിക്ക് മാത്രമാണ് അല്ലേ. ഉപയോഗിക്കുന്ന പലർക്കും ഞാൻ ഈ പറയുന്നതോട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവുമല്ലോ. ഓക്കെ, ഇനി വാതകവ പ്രകൃതിക്കാർക്ക് വേറൊരു പ്രത്യേകത നോക്കാം. അപ്പം ഒരു വട്ടം ഇതുപോലെ തന്നെ എൻ്റെ അടുത്ത് ഒരാൾ വന്നപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നതാ, അയാളൊരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്, ഭയങ്കര മിടുക്കനാട്ടോ അയാളുടെ ഫീൽഡിൽ. പക്ഷേ ഒരു കുഞ്ഞു പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ അയാളെടുത്ത് 2 കൊല്ലം. എന്താ പ്രശ്നം? ഇഷ്ടം പോലെ ഐഡിയകളുണ്ട്. ഐഡിയ മാത്രം ഉണ്ടായിട്ട് കാര്യമുണ്ടോ? എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റണ്ടേ? എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റൂല. ആ സമയത്ത് അയാൾ വിചാരിക്കും അത് അങ്ങനെ പോയാൽ എന്തായിരിക്കും, ഇതിങ്ങനെ പോയാൽ എന്തായിരിക്കും. അതായത് എൻലെസ് പ്രൊക്രാസ്റ്റിനേഷൻ. അപ്പം നമുക്ക് തന്നെ ഉണ്ട് അല്ലേ, നടക്കൂല ചില കാര്യങ്ങൾ. നമ്മൾ പക്ഷേ അങ്ങ് ഏറ്റവും ഒന്ന് ചിന്തിച്ചു കൂട്ടിക്കളയും. അതുകൊണ്ട് നമ്മൾ തന്നെ അതിന് നമ്മുടെ ലൈഫിന് നമ്മൾ തന്നെ ബ്രേക്ക് ഇടുക എന്ന് പറയില്ലേ. അപ്പോൾ അങ്ങനത്തെ ഒരവസ്ഥ അതാണ് ഈ വാതകവ പ്രകൃതിക്കാരുടെ. ഇനി ഇവരുടെ ശരീരം ഒന്ന് നോക്കിയാലോ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരുടെ ശരീരത്തിനുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ മെലിഞ്ഞിട്ടുള്ളവരാണ്.
ഓക്കെ, മെലിഞ്ഞിട്ടുള്ളവരാണ്, അതുപോലെ വരണ്ട തലമുടി, വരണ്ട സ്കിന്ന്, ഇതൊക്കെ ഉള്ളവരാ. ഇനി ദഹനത്തിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഇത്തിരി ബുദ്ധിമുട്ടാണ് കേട്ടോ. അങ്ങനെ ഇങ്ങനെയൊന്നും അവർക്ക് വിശക്കത്തില്ല. അവരാണെങ്കിൽ വിശക്കുന്ന സമയത്തൊട്ട് ഫുഡ് കഴിക്കത്തുമില്ല, ഇവരോട്ട് മറന്നും പോവും. അപ്പം ഇത് ഇങ്ങനത്തെ ഒരു പ്രത്യേകതയുണ്ട്. ഇനി ഇത് മാത്രമല്ല, പലരും പറയാറുള്ള ഒരു കാര്യം, ഈ തണുപ്പ് കാലം വന്നു കഴിയുമ്പോഴത്തേക്കും എനിക്ക് എൻ്റെ ജോയിൻ്റ് ഒക്കെ പെയിൻ എടുക്കുന്നുണ്ട്, ജോയിൻ്റ് ഒക്കെ സൗണ്ട് കേൾക്കുന്നുണ്ട്. ഓക്കെ, അപ്പം ഇതൊക്കെയാണ് ഒരു വാദം ഭയങ്കര കൂടിയിട്ടുള്ള വാതകപ പ്രകൃതിക്കാരുടെ ഒരു പ്രത്യേകതകൾ. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉറക്കവും സമയത്തിന് ഉറങ്ങിയില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അവർക്ക് ഉറക്കം കിട്ടാനായിട്ട്. ഓക്കെ, അപ്പം ഇതാണ് വാദം കൂടിയിട്ടുള്ള വാതകപക്കാരുടെ പ്രത്യേകത. ഇനി കഫത്തിനകത്ത് റോൾ എന്താണെന്ന് ഇതിനകത്ത് നോക്കിയാലോ. ചില ആളുകളെ കാണുമ്പോൾ നമ്മൾ പറയില്ലേ, നിനക്ക് ചില സ്ഥലങ്ങളിൽ മാത്രമാണല്ലോ ഈ ഒരു വണ്ണം ഉള്ളത്. എവിടെയൊക്കെയാണ് ഈ ചില സ്ഥലങ്ങൾ? ഒന്ന് വയറിൻ്റെ അവിടെ, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കാല്, നമ്മുടെ തൈ ഏരിയ അല്ലേ, അതുപോലെ നമ്മുടെ കാൽ വണ്ണ, ഇവിടെയൊക്കെ മാത്രം വണ്ണം വെച്ചിരിക്കുക. അത് വാതക പ്രകൃതിക്കാരുടെ പ്രത്യേകത. വയറ് നമ്മൾ പറയില്ല, വയറ് മാത്രമുണ്ട്, ഇതെന്താ ഇങ്ങനെ, ഗ്രഹണിയാണോ എന്നൊക്കെ കളിയാക്കി പലരും ചോദിക്കാറുണ്ട്. ഇത് വാതക പ്രകൃതിക്കാരുടെ പ്രത്യേകത കേട്ടോ. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര മന്ദമായിട്ടുള്ള ഡൈജഷൻ ആയിരിക്കും. എന്തിനാ ഈ ഭയങ്കര മന്ദമായിട്ടുള്ള ഡൈജഷൻ എന്ന് പറയുന്നതെന്ന് വെച്ചാലേ, നിങ്ങളിൽ പലരും ഇൻസ്റ്റാഗ്രാം റീൽസും യൂട്യൂബ് ഷോർട്സും ഒക്കെ കണ്ടിട്ട് എല്ലാവരും ഓരോ ഹെൽത്ത് ഡ്രിങ്ക്സിൻ്റെ ഒക്കെ പിന്നാലെയാണ്. ഇതൊക്കെ ദഹിക്കണ്ടേ എൻ്റെ മക്കളെ, ഇത് ദഹിക്കാതെ വല്ല കാര്യമുണ്ടോ? ദഹിച്ചില്ലെങ്കിൽ എന്താ പ്രശ്നം ഉണ്ടാവുക? അതെ, ബ്ലോട്ടിങ് ഉണ്ടാവും, കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവും, ഇങ്ങനത്തെ പല ഇഷ്യൂസുമായിട്ട് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ 20 കഴിഞ്ഞുള്ളവരാണ് ആയുർവേദ ഹോസ്പിറ്റലുകളിൽ വന്നുകൊണ്ടിരിക്കുന്നത്, ആയുർവേദ ക്ലിനിക്കുകളിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ലൈഫ് സ്റ്റൈൽ ഡിസീസസ് എല്ലാവർക്കും ഒരുപാട് അറിവും വിവരവും ഒക്കെ ഉണ്ടല്ലേ. നമ്മളൊക്കെ ഇൻഫോർമേഷൻ ഓവർലോഡഡ് ആണ്. പക്ഷേ എവിടെ ഏത് ഇൻഫോർമേഷൻ സ്വീകരിക്കണം എന്നുള്ളത് ആർക്കും അറിയത്തില്ല. അതാണ് പ്രശ്നം. ഇപ്പോൾ വാതകപോക്കാണെങ്കിലേ നിങ്ങൾ ഈ ഡയറ്റും ലൈഫ് സ്റ്റൈലും ഒക്കെ ഒന്ന് മാറ്റിപ്പിടിക്കണം. ഓക്കെ, അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞ മറ്റൊരു കേസ് ഉണ്ടായിരുന്നല്ലോ, ഇപ്പോൾ രണ്ടാമത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നതേ. അപ്പോൾ ഇവിടെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മുടെ മൈൻഡ് ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ മൈൻഡ് പൊതുവെ ഈ വാതക്കാരുടെ മൈൻഡിലുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ഐഡിയകളാണ്. നിങ്ങൾക്ക് വാതക്കാരൊരു ഫ്രണ്ട് ഉണ്ടെങ്കിൽ അവർ നിങ്ങൾക്ക് 100,000 ഐഡിയകൾ തരും. പക്ഷെ അത് കഴിഞ്ഞ് എങ്ങോട്ട് പോകണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഒരു ഐഡിയ ഉണ്ടാവില്ല. അതാണ് പ്രത്യേകത. ഓക്കെ, പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി പൊതുവെ ഉറക്കം കുറവുള്ളവരാണ്. ഇനി കഫക്കാരുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നടക്കുമോ നടക്കില്ലേ എന്ന് പറഞ്ഞ് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടേയിരിക്കും. ഇനി ചില കാര്യങ്ങൾ ഇപ്പം നമ്മൾ ചെയ്യാൻ പോയി, ഇപ്പം നമ്മുടെ അടുത്ത് ചില ആളുകൾ പറയുകയാണ് ഇതൊന്ന് മാറ്റി പിടിച്ചാൽ നല്ലതായിരിക്കും. പക്ഷെ കഫക്കാർക്ക് അത് മാറ്റാൻ ഭയങ്കര പാടാണ്. അവർ പറയും ഞാൻ പിടിച്ച മുയലിന് 4 കൊമ്പ് എന്ന് പറയും. അങ്ങനെയല്ല, ചില കാര്യങ്ങൾ നമുക്കറിയാം. ഇപ്പം നമുക്ക് ക്രിറ്റിസിസം എന്ന് പറയുമ്പോൾ നമുക്കറിയാം അല്ലേ, നെഗറ്റീവും ഉണ്ട് പോസിറ്റീവും ഉണ്ട്. പോസിറ്റീവ് നമ്മൾ പോസിറ്റീവുള്ള രീതിയിൽ എടുക്കുമ്പോൾ ഗുണം എന്താ, നമ്മളുടെ ലൈഫിനും നമ്മുടെ ഫ്യൂച്ചറിനും അത് ഹെൽപ്പ് ചെയ്യും. നെഗറ്റീവ് നിങ്ങൾ കാര്യമായിട്ട് എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് ഇവരുടെ മൈൻഡിനെ പറ്റി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി ഒരു കേസ് സ്റ്റഡി കൊണ്ട് നോക്കിയാലോ. ഒരു വട്ടം ഇതുപോലെ 45 വയസ്സുള്ള ഒരു ലേഡി വന്നതാണ്. അപ്പോൾ അവർ എന്തൊക്കെയോ ഡയറ്റ് പ്ലാൻസ് ഒക്കെ നോക്കുന്നുണ്ട്. പക്ഷെ അവരുടെ വയറിൻ്റെ അവിടെയുള്ള കൊഴുപ്പ് മാത്രം അങ്ങോട്ട് കുറയുന്നില്ല. അത് കാരണം തന്നെ അവർക്ക് 6-7 കിലോ അവർക്ക് കൂടി. അപ്പോൾ അവർ ഇതെങ്ങനെ കുറയ്ക്കാൻ പറ്റുമെന്ന് ആലോചിച്ചിട്ടാണ് വന്നത്. ഇവരോട് ചോദിച്ചപ്പം ഇവർ പറഞ്ഞൊരു കാര്യം എന്താണെന്നറിയോ, ഇവർ ഇഷ്ടം പോലെ സാലഡ്സ് ആണ് കഴിക്കുന്നത്. അപ്പം ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഒന്നാമത് നമ്മുടെ ശരീരമാകെ മൊത്തം തണുത്തുറഞ്ഞിരിക്കുന്ന അവസ്ഥ, കൈയും കാലും ഒക്കെ ഭയങ്കര തണുത്തിട്ടായിരിക്കും. നിങ്ങൾക്ക് എങ്ങനെ ആയാലും ഫ്രണ്ട്സോടെ നിങ്ങൾക്ക് അറിയാമല്ലോ, ചിലരുടെ കൈ നമ്മൾ വെയിൽക്കാലത്ത് തൊട്ട് നോക്കിയാൽ മതി, ഇത് എന്തൊരു തണുപ്പായത്, AC-യിലാണോ ഇരിക്കുന്നത് എന്ന് ചോദിക്കും. ഇത്രയും തണുപ്പുള്ള ഒരാൾക്ക് സാലഡ്സ് ദഹിക്കുമോ? ഒരു കാരണവശാലും ദഹിക്കില്ല എന്ന് ഞാൻ ഈ ഉറപ്പിച്ച് പറയാൻ കാര്യം എന്താണെന്നറിയോ, ചില ഫുഡ് കഴിക്കുമ്പം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ചില ഡയറ്റ് പ്ലാൻ നിങ്ങൾ എടുക്കുമ്പം 1-ാമത്തെ 2-ാമത്തെ ദിവസം നിങ്ങൾ വിചാരിക്കും ഭയങ്കരമായിട്ട് ഞങ്ങൾ വർക്ക് ചെയ്യാണ്. 3-ന്റെ അന്നോട്ട് എന്താ സംഭവിക്കുന്നറിയോ, എന്താ ഒരു ബ്ലോട്ടിങ് അല്ലേ, വയറൊന്ന് വീർക്കണം പോലത്തെ ഒരു ഫീലിങ്, വിശപ്പില്ല, പിന്നെ മലബന്ധം, ഇതൊക്കെ കൂടെ വരുവാണെങ്കിൽ എൻ്റെ പൊന്നു സുഹൃത്തെ ആ ഡയറ്റ് പ്ലാൻ നിങ്ങൾക്ക് വർക്കാകുന്നില്ല. അപ്പോൾ ഈ ലേഡിയും ഈ ഒരു പ്രശ്നം തന്നെയാണ് പറഞ്ഞത്, ഇത് വർക്കാകുന്നില്ല. പിന്നെ അതുപോലെ തന്നെ അവർക്ക് ചെറിയ രീതിയിൽ ജോയിൻറ്റ് പെയിനും കാര്യങ്ങളും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ എന്താ നമുക്ക് ഡയറ്റിന് ചേഞ്ച് വരുത്താൻ പറ്റുക? ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയ ചൂടുള്ള നമ്മളുടെ ആവിയിൽ വെന്ത ആഹാരങ്ങൾ, അപ്പം നമ്മൾ സൂപ്പ് എന്നൊക്കെ പറയില്ലേ, അപ്പോൾ നമുക്കറിയാം നമ്മുടെ ചെറുപയർ, കടല ഒക്കെ തിളപ്പിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു വെള്ളമുണ്ട്, അത് കളയരുത്. അത് വെച്ചിട്ട് നിങ്ങൾ രസം കറികളൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കി, എന്തോളം ന്യൂട്രീഷ്യസ് ആണെന്നറിയോ. എന്തിനാ വെറുതെ കുറേ സപ്ലിമെൻറ്റ്സിന് പിന്നാലെ പോകുന്നത്? പലരോടും ഞാൻ ചോദിക്കണ കാര്യമാണത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള സൂപ്പ്, സ്റ്റൂ ഐറ്റംസ്, എളുപ്പത്തിൽ ദഹിക്കുന്ന ആഹാരങ്ങൾ കഴിക്കാൻ പറഞ്ഞു, സമയത്തിന് കഴിക്കാൻ പറഞ്ഞു. വാതക പ്രതികാര പ്രത്യേകത എന്താണെന്നറിയോ,
സമയത്തിന് ഫുഡ് കഴിക്കത്തില്ല. വാദക്കാരെന്ന് പറയുമ്പോൾ പിന്നെ കഴിക്കാം. ഇനി കഫവും കൂടെ ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് മന്ദമായ രീതിയിലായിരിക്കും ദഹനം നടക്കുക. അപ്പൊ ഇത് രണ്ടും കൂടെ കയറി കഴിയുമ്പോഴുള്ള കോമ്പിനേഷൻ എന്താ? കഴിക്കുന്ന ഫുഡ് ദഹിക്കത്തില്ലെന്നേ. കഴിക്കുന്ന ഫുഡ് ദഹിച്ചില്ലെങ്കിൽ എന്താ സംഭവിക്കുക? കഴിക്കുന്ന ഫുഡ് ദഹിച്ചില്ല എങ്കിൽ ശരിക്കും പറഞ്ഞാൽ അതുകൊണ്ടാണ് നമുക്ക് പല പ്രശ്നങ്ങളും ഉണ്ടാവുന്നത്. മെയിൻ ആയിട്ടുള്ള നമ്മളുടെ ഒരു കോൺസ്റ്റിപ്പേഷൻ, ഇപ്പം മലബന്ധം പോലെ ഇഷ്യൂസ്, വയറ് വീർപ്പ്, ഇനി അത് മാത്രമല്ല ജോയിന്റ് പെയിൻ വരെ വരാൻ സാധ്യതയുണ്ട് അല്ലേ? ഇപ്പം ആമവാദം പോലുള്ള അസുഖങ്ങളുള്ള രോഗികളോട് ചോദിച്ചാൽ അവർ പറയുന്ന കാര്യം എന്താണെന്നറിയോ? വിശപ്പൊന്നും ഇല്ല, വെറുതെ കഴിക്കുന്നതാണ്, ഉറക്കമില്ല. കാര്യം എന്താണ്? ഈ ഫുഡ് ദഹിക്കാതെ ഇരിക്കുമ്പം അത് നമ്മുടെ ജോയിൻസിൽ പോയിട്ട് നമുക്ക് പെയിൻ ഉണ്ടാക്കുകയാണ് ചെയ്യുക. അങ്ങനെയാണ് ആമം അല്ലെങ്കിൽ ടോക്സിൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ചെറിയ ചൂടുള്ള ആഹാരം കഴിക്കുമ്പോഴത്തേക്കും അത് നമുക്ക് ശരിയാക്കാൻ പറ്റും. സമയത്തിന് കഴിക്കുക, ഒരിക്കലും സമയം സ്കിപ്പ് ചെയ്യരുത്. കുറച്ച് ആഹാരമാണെങ്കിലും ചെറിയ ചൂടോടുകൂടി കഴിക്കുക. അതുപോലെ രാത്രി നേരത്തെ കിടക്കുക. അതൊക്കെ വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ. ഡീറ്റെയിൽ ആയിട്ട് പറയാം കേട്ടോ. ഇനി വേറെ ഒരു കേസ് ഹിസ്റ്ററി നമുക്കൊന്ന് നോക്കിയാലോ. അപ്പം ഇവിടെ ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്താന്ന് വെച്ചാൽ, ആദ്യത്തെ ഒരു ദിവസം ഭയങ്കര ക്രിയേറ്റീവ് ആയിട്ടുള്ള ഐഡിയകളാണ്, ഒരു രക്ഷയില്ല. രണ്ടിനന്ന് വെട്ടിയിട്ട വാഴ പോലെ കിടക്കുന്നു. ആൾക്കൊന്നിനും ഒരു ഇൻട്രസ്റ്റും ഇല്ല, ഒരു ഉത്സാഹവും ഇല്ല. ഇതും വാതകപ പ്രകൃതിക്കാരുടെ പ്രത്യേകതകളാണ്. അപ്പം നമ്മുടെ ആഹാരം, ജീവിത രീതി, ദിനചര്യ, ഇതൊക്കെ നമ്മൾ ശരിക്കും ഒന്ന് നോക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഇതിലൊക്കെ മാറ്റങ്ങൾ വരുത്തുമ്പോൾ മാത്രമാണ് നമുക്ക് ശരിയായ രീതിയിലുള്ള ഒരു കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റുക. ഓക്കെ, അപ്പോൾ ഇവിടെയും നമ്മൾ അങ്ങനെ മാറ്റങ്ങൾ വരുത്തിയപ്പോഴാണ് ആൾക്ക് നല്ല രീതിയിലുള്ള ഡിഫറൻസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ആ ലേഡിയുടെ കാര്യം ഞാൻ പറഞ്ഞില്ലേ, അവർക്ക് നമ്മൾ ഡയറ്റൊക്കെ മാറ്റി ഒന്ന് പിടിച്ചു നോക്കിയപ്പം അവരുടെ വെയിറ്റ് നല്ല രീതിയിൽ തന്നെ അവർക്ക് കുറയ്ക്കാൻ പറ്റി, ആരോഗ്യമുള്ളൊരു വണ്ണത്തിലേക്ക് വന്നു. ശരി, ഇനിയും നമുക്കൊരു ദിവസത്തെ ഒരു ദിനചര്യ വാതകപ പ്രകൃതിക്കാരൻ നോക്കിയാലോ. ഒന്ന് നമ്മൾ രാത്രി നമ്മൾ ലൈറ്റായിട്ടുള്ള ഫുഡ് കഴിക്കുക, രാത്രി നമ്മൾ നേരത്തെ കിടക്കുക. എന്നിട്ട് നല്ല ഉറക്കം നമ്മൾ ഉറപ്പ് വരുത്തണം. കിടക്കുന്നതിന് മുന്നേ 100,000 ചിന്തകളുണ്ടാവാം, വന്നോട്ടെ, ഒരു ബുക്ക് എടുക്കുക, എഴുതിയിടുക. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് നമ്മളോട് പലതും പറയാൻ ശ്രമിക്കുന്നുണ്ട്. അതാണ് ഈ ഐഡിയകൾ. എഴുതിയിട്ടോളൂ. എഴുതിയിടുമ്പോൾ അറ്റ്ലീസ്റ്റ് സ്റ്റോർ ചെയ്ത് വെക്കുമല്ലോ. കുറേ കഴിയുമ്പോൾ അതങ്ങ് നിന്നോളും ആ ഒരു സൗണ്ട്. ഓക്കെ, എന്നിട്ട് നമ്മൾ നേരത്തെ കയറി കിടക്കുക. എന്നിട്ട് പിന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ രാവിലെ നമ്മൾ നേരത്തെ എഴുന്നേൽക്കണം. ഇനി എഴുന്നേറ്റാൽ മാത്രം പോരാ. എന്തുകൊണ്ട് രാവിലെ നേരത്തെ എഴുന്നേൽക്കണം? കഫം കൂടെ ഉള്ളത് കൊണ്ടൊരു ടെൻഡൻസി ഉണ്ട് അല്ലേ? ഞാൻ എൻ്റെ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അലാറം വെക്കുന്നു, ഓഫാക്കുന്നു, അലാറം വെക്കുന്നു, ഓഫാക്കുന്നു. ആദ്യം ഒരു വർഷം തുടങ്ങുമ്പോൾ എന്തായാലും അവിടെ മോട്ടിവേഷൻ, ഞാൻ അത് ചെയ്യും, ഇത് ചെയ്യും. പിന്നെ എന്തായി? 3 മാസം കഴിയുമ്പം ചങ്കരം വീണ്ടും തെങ്ങി തന്നെ. ഈ തെങ്ങി തന്നെ എന്നുള്ളതല്ല, ഇതിന് കുറച്ച് മാറ്റം വേണ്ടേ? അപ്പോഴല്ലേ നമുക്ക് നമ്മളോട് ഒരു ബഹുമാനം, ഒരു റെസ്പെക്റ്റ്, ഒരു ഹാപ്പിനെസ്, ഈ കാര്യങ്ങളൊക്കെ വരിക. ഓക്കെ, അപ്പോൾ എന്താ നമ്മൾ ചെയ്യേണ്ടത്? രാവിലെ നമ്മൾ നേരത്തെ എഴുന്നേൽക്കുക, ഭയങ്കര അത്യാവശ്യമാണ്. കുറച്ച് എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്യുക. ഒരുപാട് എക്സസൈസ് ചെയ്യാൻ പോകരുത്. ഇപ്പോഴേ പറയാം, എല്ലാ ടൈപ്പ് എക്സസൈസും നിങ്ങൾക്ക് പറ്റൂല. ഇപ്പം ചിലരുണ്ട് ഫിലിം സ്റ്റാർസിൻ്റെ റീല് കണ്ടിട്ട്, അയ്യോ അവർ കാർഡിയോ ചെയ്താൽ കുറച്ചത്, ഞാനും പോയി കാർഡിയോ ചെയ്യട്ടെ. എൻ്റെ പൊന്നു രാജാവേ, നിങ്ങളുടെ ഞാൻ പ്രത്യേകം പറയുകയാണ്, ആവശ്യമില്ലാതെ പോയി നമ്മൾ കാർഡിയോയും കാര്യങ്ങളൊക്കെ എല്ലാവരും മിതമായിട്ടുള്ള രീതിയിൽ ചെയ്യാം. കുറച്ച് കാർഡിയോ ചെയ്യാം, കുറച്ച് പുഷപ്പ് ചെയ്യാം, എല്ലാവരും കുറച്ച് എന്നുള്ള രീതിയിൽ കുറച്ച് ചെയ്തു പോകണം. ചെയ്യാതിരിക്കരുത്. ഇതെല്ലാം കൂടെ കേട്ടിട്ട് അപ്പം ഞാൻ എക്സസൈസ് ചെയ്യാതെ ഇരിക്കാമെന്ന് വിചാരിക്കരുത്. അങ്ങനെ വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരത്തിനകത്തെ കഫത്തെയാണ് നിങ്ങൾ കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ വ്യായാമത്തിനെ പറ്റി വരുമ്പോഴുള്ള കാര്യങ്ങൾ. ഇനി സമയത്തിന് ഫുഡ് കഴിക്കാം, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആട്ടോ. ഞാനത് പറഞ്ഞുകൊണ്ടേയിരിക്കും ആരെ കിട്ടിയാലും. ഓക്കെ, സമയത്തിന് നമ്മൾ ചൂടായിട്ടുള്ള ഫുഡ് കഴിക്കുക, ഭയങ്കര അത്യാവശ്യമാണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരുപാട് തണുപ്പുള്ള കാർബണേറ്റഡ് ഡ്രിങ്ക്സ്, വറുത്തത്, പൊരിച്ചത്, ഇതിൻ്റെ ഒന്നും പിന്നാലെ പോകരുത്. കാര്യം ഇതൊന്നും നിങ്ങൾക്ക് ദഹിക്കത്തില്ല. അതാണ് മെയിൻ കാര്യം. ഒരുപാട് നമ്മൾ ഈ ഒരു ഡ്രൈ ആയിട്ടുള്ള ഫുഡ് കഴിച്ചുള്ള പ്രശ്നം എന്താ? വാദം കൂടുന്നു. ഇനി പാൽ ഒരുപാട് കുടിച്ചുള്ള പ്രശ്നം എന്താ? കഫം കൂടുന്നു. അതുകൊണ്ട് എല്ലാം ഒരു മിതമായ രീതിയിൽ കഴിക്കുക. പിന്നെ നമ്മൾ രാവിലെ ചെയ്യേണ്ട വേറൊരു റുട്ടീൻ എന്താണെന്ന് വെച്ചാൽ, ദേഹത്ത് നന്നായിട്ട് എണ്ണയൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു ചെറിയ ചൂടുവെള്ളത്തിൽ കുളിച്ച് നോക്കിയേ, വലിയൊരു എഫക്റ്റാണ് ശരിക്കും പറഞ്ഞാൽ. ഓക്കെ, അതായത് നിങ്ങളുടെ പിത്തം ഇവിടെ ഒന്ന് ചെറിയ രീതിയിൽ കുറഞ്ഞിരിക്കുക. അപ്പോൾ പിത്തം കൂടെ വരുന്ന രീതിയിലുള്ള ആഹാര ജീവിത രീതി. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ഫുഡ് കഴിച്ചാലും അത് നമ്മൾ ആവശ്യത്തിനുള്ള സ്പൈസസ് ആഡ് ചെയ്യാൻ വേണ്ടി പറയുന്നത്. അതിനകത്ത് കുരുമുളക്, മഞ്ഞൾ, പെപ്പർ ആഡ് ചെയ്യാം, നെയ്യ് ആഡ് ചെയ്യണം.
നെയ്യ് നമ്മൾ ഒഴിവാക്കി നിർത്തരുത്. 1 അല്ലെങ്കിൽ 2 ടീസ്പൂൺ നെയ്യ് ഡെഫിനറ്റ് ആയിട്ടും ആഡ് ചെയ്യാം. കാര്യം ഒരു പ്രായം കഴിയുമ്പോൾ പലരും പറയാറില്ലേ, മുട്ടുവേദന എടുക്കുന്നു, ജോയിന്റ് പെയിൻ എടുക്കുന്നു. എന്തുകൊണ്ടാ? ബോഡി ഡ്രൈനെസ്സിലേക്ക് പോയിക്കൊണ്ടിരിക്കുക അല്ലേ? അപ്പോൾ അതൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ആഹാരം ഒരുവിധം നമുക്ക് സെറ്റായി. ഇനി വൈകിട്ട് സമയത്ത് ഒരു 20 മിനിറ്റ് ഒന്ന് നടക്കുന്നത് നല്ലതാണ്. വലിയ എക്സസൈസ് ഒന്നും ചെയ്യാൻ പോലും. ഒരു 6 മണിയൊക്കെ കഴിഞ്ഞ് ഒരു 9 മണിക്കുള്ളിൽ കിടക്കണം. മൊബൈൽ മാറ്റി വെക്കുക. കാര്യം മറ്റൊന്നുമല്ല, മൊബൈൽ കയ്യിരിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ റീൽസ് ഞോണ്ടാൻ തോന്നും, എന്തൊക്കെയോ ചെയ്യാൻ വേണ്ടി തോന്നും. എന്നാൽ വല്ലതും ചെയ്യാൻ പറ്റുമോ? ഒന്നും ചെയ്യാൻ പറ്റൂല അല്ലേ? നമ്മുടെ കുറേ പ്രൊഡക്റ്റീവായിട്ടുള്ള സമയം പോയി കിട്ടിയെന്നേ ഉള്ളൂ. അതുകൊണ്ട് മൊബൈൽ നമ്മൾ 1 മണിക്കൂർ മുന്നെങ്കിലും നമ്മൾ മാറ്റി വെക്കുക. കിടക്കുന്ന റൂമിൽ എപ്പോഴും ഞാൻ പറയുന്ന പോലെ നമുക്ക് കിടക്കാൻ പറ്റിയ ഒരു അന്തരീക്ഷം ആക്കി വെക്കുക. ബെഡ്റൂം ആക്കുക. ഒരിക്കലും ബെഡ്റൂം ഓഫീസ് റൂം ആക്കരുത്. ആ റൂം നല്ല വൃത്തിയാക്കിയിട്ടിട്ട് നന്നായിട്ട് നമ്മൾ നേരത്തെ കിടന്നുറങ്ങുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളെങ്കിലും നിങ്ങൾ നന്നായിട്ട് ചെയ്യാം. അപ്പോൾ ഇതെല്ലാം കൂടെ കേട്ടിട്ട് ഞാൻ ഇവിടുന്ന് തുടങ്ങും എന്നെ കൺഫ്യൂഷൻ ഉള്ളവർക്ക് ഒരു 3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. 1, രാത്രി നേരത്തെ കിടന്നോളൂ. 2, രാവിലെ നേരത്തെ എഴുന്നേറ്റോളൂ. ചെറിയ രീതിയിലുള്ള എക്സസൈസ് ചെയ്യുക. ഇതൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ 20 മിനിറ്റെങ്കിലും നിങ്ങൾ നടക്കുക. അപ്പം നിങ്ങളോട് ഞാൻ ഒരു കാര്യം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനൊരു പ്രകൃതി ഉണ്ടെങ്കിൽ അയ്യോ എന്തുകൊണ്ടാണ് എനിക്കിത് എന്ന് പറഞ്ഞ് ചിന്തിച്ച് തല കൊണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു പെർഫെക്റ്റ് പ്രകൃതി കോമ്പിനേഷൻ ആരുടെ ഇല്ലെന്നേ. ഞാൻ ഈ ചെയ്തിട്ടുള്ള വീഡിയോസ് കറക്റ്റായിട്ട് കേൾക്കുന്നവർക്ക് അത് മനസ്സിലാവും. ഓക്കെ, പക്ഷെ നിങ്ങൾക്ക് വേണ്ടത് ഒരു കറക്റ്റായിട്ടുള്ള റുട്ടീനാണ്, ഒരു ടൈം ടേബിളാണ്. ആ റുട്ടീനും ടൈം ടേബിളും വെച്ച് പോവുകയാണെങ്കിൽ നിങ്ങളെ ആർക്കും തോൽപ്പിക്കാൻ പറ്റൂല. അപ്പോൾ ഡിയേഴ്സ്, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഫോളോ ചെയ്തിട്ട് എൻ്റെ അടുത്ത് പറയാം ഇത് നിങ്ങൾക്ക് എത്രത്തോളം റിസൾട്ട് തന്നു എന്നുള്ളതിനെ പറ്റി. താങ്ക് യു ഡിയേഴ്സ്.